അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ രണ്ട് കിബിലുള്ള പള്ളി കണ്ടിട്ടുണ്ട്. ആ ഒരു പള്ളിയുടെ മുമ്പിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്നാണ് ഈ ഒരു പള്ളിയുടെ പേര്. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും നിസ്കരിച്ചിരുന്നത് മസ്ജിദുൽ അക്സ, ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയെ മുൻനിർത്തിയായിരുന്നു. അത് പിന്നീട് അള്ളാഹുവിന്റെ ഉത്തരപ്രകാരം തന്നെ മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞ് കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ചരിത്രവും കാര്യങ്ങളൊക്കെയാണ് ഇന്നൊരു വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള പള്ളിയുടെ കാഴ്ചകളും ചരിത്രവും വിശ്വസിച്ച് ജസ്റ്റ് ഒന്ന് കണ്ടുവരാൻ കഴിയും. മദീന പള്ളിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ മദീനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അറത്തുൽ ബഹറ പർവ്വതത്തിന്റെ വടക്കു പടിഞ്ഞാറും ഭാഗത്തായിട്ട് ഹഖീഖ് സൂഖ പർവ്വതത്തിന് അഭിമുഖമായിട്ടാണ് ഈ ഒരു കിബിലത്തൈൻ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്ത് മുസ്ലിമീങ്ങൾ കിബിലയെ കണക്കാക്കി നിസ്കരിച്ചിരുന്നത് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയെ മുൻനിർത്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാബയോടുള്ള ഇഷ്ടം കൊണ്ടും പിരിശം കൊണ്ടും കാബയിലേക്ക് മുൻനിർത്തി നിസ്കരിക്കാനായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത്. ഇതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈനിലെ ഇപ്പോഴത്തെ കാബയെ മുൻനിർത്തിക്കൊണ്ടുള്ള കിബില. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മസ്ജിദുൽ അക്സയെ മുൻനിർത്തിക്കൊണ്ടുള്ള കിബില നമുക്ക് കാണുവാൻ സാധിക്കും. ടോപ്പിലായിട്ട് കാണുന്നുണ്ട്. പുറത്തേക്കുള്ള വഴിയും അവിടെയാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ഒരു ളുഹർ നമസ്കരിച്ചു കൊണ്ടിരിക്കെയാണ് ഖുർആനിലൂടെ കിബില മാറ്റാനുള്ള ഉത്തരവ് വന്നത്. ഈ ഉത്തരവ് വന്നത് സുബഹി നമസ്കാരത്തിലാണെന്നും അസർ നമസ്കാരത്തിലാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഹിജ്റ 2-ാം വർഷം ശഅബാൻ മാസം 15-നാണ് ഈ ഒരു പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു കൊണ്ടിരിക്കെ കിബില മാറ്റം നടത്തിയത്. 1987 കാലഘട്ടത്തിലാണ് ഫാദി രാജാവ് ഈ ഒരു പള്ളി പുതുക്കി പണിഞ്ഞത്.